നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ എവറിഡേ ലൈഫിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെന്റൻസ് എന്താ? ഇന്ന് രാത്രി എനിക്ക് പഠിക്കണം. ഇവിടെ ഹിറ്റ് ദ ബുക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇഡിയം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ സെന്റൻസ് മേക്ക് ചെയ്യാൻ നോക്കാം. ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് ടുനൈറ്റ് എന്ന് പറയാം. ഇന്ന് രാത്രി എനിക്ക് പഠിക്കണം. ഇഡിയംസ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല വരിക. ഈ ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ ഇത് ഫിസിക്കലി പോയിട്ട് എനിക്ക് ബുക്കിനെ ഹിറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. പഠിക്കുന്നതിന്, അതായത് സ്റ്റഡിങ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി എനിക്ക് പഠിക്കണം എന്നുള്ളതിന് ഐ നീഡ് ടു ഹിറ്റ് ദ ബുക്സ് ടുനൈറ്റ് എന്ന് നമുക്ക് പറയാം. ഈ പരീക്ഷ വളരെ എളുപ്പമാണെന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഈസി ആണെങ്കിൽ, എളുപ്പമാണെങ്കിൽ നമ്മൾ പീസ് ഓഫ് കേക്ക് എന്നാ പറയാ. ദിസ് എക്സാം ഈസ് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ ഈ എക്സാം ഒരു കേക്ക് ആണെന്നല്ല നമ്മൾ പറയുന്നത്. ഈ എക്സാം ഭയങ്കര എളുപ്പമാണെന്നാണ് പറയുന്നത്. ഒരു കാര്യം എളുപ്പമാണ് അല്ലെങ്കിൽ ഈസി ആണെന്ന് കാണിക്കാൻ നമുക്ക് പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഡിയം യൂസ് ചെയ്യാം. ഇന്റർവ്യൂവിന് എല്ലാ ആശംസകളും. ഇവിടെ നമ്മൾ ബ്രേക്ക് എ ലെഗ് എന്നാണ് പറയാ. ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് ഒരാൾക്ക് ഇഞ്ചുറി പറ്റട്ടെ എന്നല്ല നമ്മൾ പറയുന്നത്. അതായത് ഇതിന്റെ ലിറ്ററൽ മീനിങ് അല്ല. ഇഡിയംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. ബ്രേക്ക് എ ലെഗ് ഫോർ യുവർ ഇന്റർവ്യൂ. നമ്മളൊരു വിഷയാണ്, എല്ലാ ആശംസകളും. ബ്രേക്ക് എ ലെഗ് ഫോർ യുവർ ഇന്റർവ്യൂ. അവൻ വളരെ അപൂർവമായിട്ടാണ് ഞങ്ങളെ കാണാൻ വരുന്നത്. ഈ ഒരു സെന്റൻസിനെ എങ്ങനെ നമുക്ക് പറയാം? He visits us once in a blue moon. Once in a blue moon. സോ വളരെ അപൂർവമായിട്ട് എന്നുള്ളതിന് പകരം നമുക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ യൂസ് ചെയ്യാം. നിങ്ങൾ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറില്ലേ? അവർ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് പകരം ഇതുപോലെ ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുക. നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് അങ്ങനെ കോൺവെർസേഷനിലേക്ക് ഇഡിയംസ് ആഡ് ചെയ്ത് കോൺവെർസേഷൻസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. സോ ഇതതിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.